എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ എപ്പോൾ നൽകാം, അതുപോലെ ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റുക, അതുപോലെ ഏതൊക്കെ ഓപ്ഷനുകളാണ് നൽകാൻ സാധിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷനുകൾ നൽകാൻ പറ്റുമോ, മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചതിൻ്റെ താഴെയുള്ള ഓപ്ഷനുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ ട്രാൻസ്ഫറിന് വെക്കാൻ പറ്റുമോ, അതുപോലെ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തവർക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റുമോ, അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന എല്ലാവിധ സംശയങ്ങൾക്കുള്ള ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാവിധ സംശയങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തിനാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന അലോട്ട്മെൻറ്റുകളിലോ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്കോ ഇഷ്ടപ്പെട്ട കോഴ്സിലേക്കോ മാറ്റം, അതായത് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്കോ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാറുന്നതിനും അല്ലെങ്കിൽ കോഴ്സ് മാറുന്നതിനും ലഭിക്കുന്ന, അല്ലെങ്കിൽ സ്കൂളും കോഴ്സും രണ്ടും മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഈ ഒരു സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കോ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ മാറണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫർ കിട്ടുമോ എന്നുള്ളത് നോക്കുന്നതിന് വേണ്ടി ലഭിക്കുന്ന ഒരു അവസരമാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെ നിങ്ങൾക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആർക്കൊക്കെയാണ് അപേക്ഷിക്കുക എന്ന് കഴിഞ്ഞാൽ HSCAP വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക്, അതായത് HSCAP വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ HSCAP വെബ്സൈറ്റ് വഴി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാനായിട്ട് പറ്റുക. അപ്പോൾ HSCAP വെബ്സൈറ്റ് വഴി കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ വഴി, അതായത് എന്നിങ്ങനെയുള്ള വിവിധ കാൻഡിഡേറ്റ് ലോഗിനുകൾ വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുമാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് നിങ്ങൾ ഓപ്ഷൻ വെക്കുന്ന സ്കൂളുകളിലെ വേക്കൻസിയും അതുപോലെ തന്നെ നിങ്ങളുടെ WGPAയും അതുപോലെ തന്നെ ഒരു സ്കൂളുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ WGPAയും അനുസരിച്ച് കൊണ്ടിരിക്കും. WGPA എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ജില്ലയിലേക്കും ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അതിൽ ഓരോ വിദ്യാർത്ഥികളുടെയും WGPA വെച്ച് അവർക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രകാരം അവരുടെ മുൻഗണന മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ മുൻഗണന പ്രകാരം നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എവിടെയാണോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ അഡ്മിഷൻ നൽകുന്നത്, അതുപോലെ തന്നെ അതായത് ഈ ഒരു ട്രാൻസ്ഫർ അനുവദിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തവർക്ക് മാത്രമാണ് ഈ ഒരു രീതിയിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫറിന് ഓപ്ഷനുകൾ നൽകാൻ പറ്റുക എന്ന് അതായത് വിദ്യാർത്ഥികൾ ചോദിക്കും. അപ്പോൾ ഒരു സമയത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് ഓപ്ഷൻ നൽകുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയിട്ടുണ്ടാവും, അപ്പോൾ എന്നാൽ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് കോഴ്സ് മാറാനുള്ള അവസരമാണ്, അതായത് ഒരു കോഴ്സിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് മാറാൻ ലഭിക്കുന്ന ഒരു അവസരമാണ് കോഴ്സ് ട്രാൻസ്ഫർ. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കൂള് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, എന്നാൽ കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് കോഴ്സ് മാറാൻ പറ്റും. അപ്പോൾ അതിന് ഉദാഹരണം പറയാം. ഇപ്പോൾ എനിക്ക് എന്നൊരു സ്കൂളിൽ കിട്ടിയത് എനിക്ക് ഹ്യൂമാനിറ്റീസ് ആണ്, എനിക്കെന്നാൽ വേണ്ടത് കൊമേഴ്സ് ആണ്. അപ്പോൾ ഞാൻ എന്ന സ്കൂളിൽ തന്നെ ഞാൻ കൊമേഴ്സിന് ഓപ്ഷൻ വെക്കുന്നു. അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് ഒരു കിട്ടിയ സ്കൂളിൽ തന്നെ വേറൊരു കോഴ്സിലേക്ക് കൂടി ഓപ്ഷൻ വെക്കാനായിട്ട് തോന്നും. അപ്പോൾ എനിക്കിപ്പോൾ ഹ്യൂമാനിറ്റീസിന് കിട്ടിയിട്ട് ഞാൻ ഓൾറെഡി കൊമേഴ്സിന് ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു എന്ന സ്കൂളിൽ തന്നെ എനിക്ക് കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ബയോളജി സയൻസിന് വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ബയോളജി സയൻസിന് വെക്കുന്നു. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് വേണമെങ്കിൽ അതിലേക്കും എനിക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാം. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ടുള്ളത്, വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്നാൽ കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മറ്റൊരു സ്കൂളിലേക്ക്, ഈ ഒരു ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് ട്രാൻസ്ഫറിനായിട്ട് കോഴ്സ് മാറാതെ ഓപ്ഷൻ വെക്കാം. അതായത് ഈ ഒരു സ്കൂൾ മാറുന്നു, അത് സ്കൂൾ മാത്രമേ മാറുന്നുള്ളൂ, കോഴ്സ് മാറുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എനിക്കിപ്പോൾ എന്ന സ്കൂളിൽ എനിക്ക് കിട്ടിയത് ബയോളജി സയൻസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് പഠിക്കാനായിട്ട് താല്പര്യം എന്ന സ്കൂളിൽ ബയോളജി സയൻസ് പഠിക്കാനായിട്ടാണ് താല്പര്യം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എന്ന സ്കൂളിലേക്ക് ഞാൻ ബയോളജി സയൻസിലേക്ക് തന്നെ ഞാൻ ഓപ്ഷൻ വെക്കുന്നു. അതായത് ഇവിടെ കോഴ്സ് മാറുന്നില്ല, കോഴ്സ് സെയിം ആണ്, എന്നാൽ സ്കൂൾ മാത്രം മാറുന്നു. ഇതാണ് രണ്ടാമത്തെ രീതിയിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഓപ്ഷൻ.
അതുപോലെ തന്നെ മൂന്നാമത്തേത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്കൂളും ഇഷ്ടപ്പെട്ടിട്ടില്ല, കോഴ്സും ഇഷ്ടപ്പെട്ടില്ല, അതായത് നിങ്ങൾ സ്കൂളും മാറുന്നു അതോടൊപ്പം തന്നെ കോഴ്സും കൂടി മാറുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ളത് കൂടി പറയാം. അപ്പോൾ എനിക്കിപ്പോൾ എ എന്ന സ്കൂളിൽ കിട്ടിയത് ഈ ഒരു ഹ്യൂമാനിറ്റീസ് ആണെന്ന് വിചാരിക്കാം. എനിക്കെന്നാൽ ബി എന്ന സ്കൂളിൽ എനിക്ക് വേണ്ടത് ബയോളജി സയൻസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ബയോളജി സയൻസ് ആണ് എനിക്ക് പഠിക്കാൻ താല്പര്യം, ബി എന്ന സ്കൂളിലാണ് പഠിക്കാൻ താല്പര്യം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ബി എന്ന സ്കൂളിൽ ബയോളജി സയൻസിലേക്ക് ഓപ്ഷൻ വെക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ട്രാൻസ്ഫറിനായിട്ട് നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ രീതി എന്ന് പറയുമ്പോൾ ഈ ഒരു 3 രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. അതുപോലെ ഒരു സ്കൂളിൽ തന്നെ പല കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻ വെക്കാം. അതുപോലെ വേറൊരു സ്കൂളിലേക്ക് വേണമെങ്കിൽ വേറൊരു സ്കൂളിലെ പല കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ടുള്ള ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതായത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഓപ്ഷനുകൾ നൽകാം. അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ചോദിക്കുന്ന ഒരു സംശയമാണ്, എനിക്കിപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു 5ാമത്തെ ഓപ്ഷനാണെന്ന്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ഞാൻ 6, 7, 8, 9, 10 ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഓപ്ഷനുകൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ആ ഒരു ഓപ്ഷൻ എനിക്ക് വെക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മുമ്പ് വെച്ചിട്ടുള്ള ഓപ്ഷനല്ല ട്രാൻസ്ഫറിനായിട്ട് പരിഗണിക്കുന്നത്, നിങ്ങൾ പുതുതായിട്ട് വെക്കുന്ന ഓപ്ഷനുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതിൻ്റെ ആ ഒരു ഓപ്ഷന് താഴെ നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്ന ഓപ്ഷനുകൾ എന്തൊക്കെയായിരുന്നോ ആ ഒരു ഓപ്ഷനുകളിലേക്ക് നിങ്ങൾക്ക് പുതുതായിട്ട് ട്രാൻസ്ഫറിന് വേണമെങ്കിൽ ഓപ്ഷനുകൾ നൽകാം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള, പഠിക്കാൻ ഇഷ്ടമുള്ള കോഴ്സിലേക്ക് മാത്രമായിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് വെക്കേണ്ടത്. അല്ലാതെ മുമ്പ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ ഓപ്ഷൻ്റെ താഴെയുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വെക്കണമെന്ന് വെച്ചിട്ട് ഇഷ്ടമില്ലാത്ത കോഴ്സിലേക്ക് നിങ്ങൾ ഓപ്ഷനായിട്ട് വെക്കാൻ പാടില്ല. അതായത് എനിക്കിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞു തരാം. അതായത് എനിക്കിപ്പോൾ മാർക്ക് അല്പം കുറവാണെന്ന് വിചാരിക്കുക. എനിക്കിപ്പോൾ ഒരു സ്കൂളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് കൊമേഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് എന്ന സ്കൂളിൽ എനിക്ക് കൊമേഴ്സ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് ബി എന്ന സ്കൂളിൽ കൊമേഴ്സ് പഠിക്കാനാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബി എന്ന സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഒരു പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് കൊണ്ടുപോയിട്ട് വെക്കാനായിട്ട്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് പല വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു, അങ്ങനെ ചെയ്താൽ മതിയോ, അങ്ങനെയെങ്കിൽ ആ ഒരു സ്കൂൾ ആദ്യം കിട്ടി പിന്നീട് സെക്കൻഡ് ട്രാൻസ്ഫറിന് എനിക്ക് ഈ ഒരു ബി എന്ന സ്കൂളിലെ ഹ്യൂമാനിറ്റീസിൽ നിന്ന് ഈ ഒരു ബി എന്ന സ്കൂളിലെ തന്നെ കൊമേഴ്സിലേക്ക് പോയിക്കൂടെ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാൻ പാടില്ല. അത് നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണോ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഇപ്പോൾ എ എന്ന സ്കൂളിൽ എനിക്ക് കൊമേഴ്സാണ് കിട്ടിയത്. അങ്ങനെയെങ്കിൽ എനിക്ക് ബി എന്ന സ്കൂളിൽ കൊമേഴ്സിൽ തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ബി എന്ന സ്കൂളിലേക്ക് ട്രാൻസ്ഫറിനായിട്ട് വെക്കുന്ന സമയത്ത് കൊമേഴ്സ് മാത്രമേ ഓപ്ഷൻ വെക്കാൻ പാടുള്ളൂ. അതായത് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ താല്പര്യം അതിലേക്ക് മാത്രം, അതുപോലെ താല്പര്യമുള്ള സ്കൂളുകളിലേക്ക് മാത്രമേ ഓപ്ഷൻ വെക്കാവൂ. അല്ലാതെ ആ ഒരു സ്കൂളിൽ ആദ്യം കിട്ടി പിന്നീട് അടുത്ത ട്രാൻസ്ഫറിന് കോഴ്സ് മാറാമെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എങ്കിൽ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് ഏത് കോഴ്സിലേക്കാണോ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് മാത്രം നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കുക. കാരണം ഈ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, മുൻ വർഷം ഒരു വിദ്യാർത്ഥിക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത് ബയോളജി സയൻസ് ആയിരുന്നു. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക്, അത് ഞാൻ ജസ്റ്റ് സ്കൂളിൻ്റെ പേര് പറയുന്നതിന് പകരം എ എന്ന് പറയുന്നു, അപ്പോൾ അതിനുശേഷം ബി എന്ന സ്കൂളിലേക്കാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് ബയോളജി സയൻസ് പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു വിദ്യാർത്ഥി വെച്ചിട്ടുണ്ടായിരുന്നത് ഹ്യൂമാനിറ്റീസ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് പെട്ടെന്ന് ആ ഒരു സ്കൂൾ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു രീതിയിൽ വിദ്യാർത്ഥി ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ കിട്ടി. അപ്പോൾ ഇനി അതിനുശേഷം പിന്നീട് ആ ഒരു വിദ്യാർത്ഥി ഒരു ബി എന്ന സ്കൂളിൽ നിന്നും ഹ്യൂമാനിറ്റീസിൽ നിന്ന് മാറി ബയോളജി സയൻസിലേക്ക് ആ ഒരു വിദ്യാർത്ഥി ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെച്ചു. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ബയോളജി സയൻസിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കരുത്. നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണോ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് മാത്രം വെക്കുക. എനിക്കിപ്പോൾ ബയോളജി സയൻസ് ആണ് കിട്ടിയത്, എനിക്ക് ബി എന്ന സ്കൂളിലാണ് ബയോളജി സയൻസ് പഠിക്കാൻ താല്പര്യമുള്ളത്, ബി എന്ന സ്കൂളിൽ ബയോളജി സയൻസിലേക്ക് മാത്രം ഓപ്ഷൻ വെക്കുക. അല്ലാതെ ഇഷ്ടമില്ലാത്ത കോഴ്സിലേക്ക് സ്കൂൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കരുത്. ഇഷ്ടമുള്ള കോഴ്സുകളിലേക്ക് മാത്രം, ഇഷ്ടമുള്ള സ്കൂളുകളിലേക്ക് മാത്രം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും നൽകാം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാനോ സാധിക്കുന്നില്ല. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, ഞാൻ ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കുന്നു, എന്നാൽ എനിക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ, അതായത് ഇവിടേക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എനിക്ക് വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഒരു സ്കൂളിൽ ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത് ആദ്യം കിട്ടിയ ആ ഒരു സീറ്റ് അവിടെ നഷ്ടപ്പെടും. അതേസമയം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടാത്ത സാഹചര്യത്തിൽ, അതായത് ഈ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല, അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടുത്തെ സീറ്റ് അവിടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പ് നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റിൽ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. നിലവിൽ ഞാൻ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയുടെ വേക്കൻസീസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. അതായത് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ വേക്കൻസീസ് പരിശോധിക്കുന്നത്. നിങ്ങളെ സ്പോർട്സ് കോട്ടയില ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ വേക്കൻസി വരുന്ന സമയത്ത് വേക്കൻസി ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വെബ്സൈറ്റിൽ അതിൻ്റെ ലിങ്ക് വരും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സെലക്ട് ഡിസ്ട്രിക്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളുടെ ഏത് ജില്ലയിലേക്കാണോ, അതായത് നിങ്ങൾക്ക് ഏത് ജില്ലയിലാണോ നിലവിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ജില്ലയിലെ ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ
വേക്കൻസിയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ ഗേൾസ് കൊടുത്തിട്ടുള്ളത് ഗേൾസ് സ്കൂളാണ്, അതുപോലെ ബോയ്സ് കൊടുത്തിട്ടുള്ളത് ബോയ്സിന് മാത്രം അപേക്ഷിക്കാൻ പറ്റുന്ന സ്കൂളാണ്. അതുപോലെ ഗേൾസ് സ്കൂളിൽ ഗേൾസിനെ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ കോ എഡ്യൂക്കേഷൻ ആണെങ്കിൽ മിക്സഡ് സ്കൂളായിരിക്കും, അവിടെ നിങ്ങൾക്ക് ബോയ്സ് ആയാലും ഗേൾസ് ആയാലും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ വേക്കൻസി ലിസ്റ്റ് പരിശോധിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് ട്രാൻസ്ഫർ വേണ്ടത് എന്നുള്ള കാര്യം ആദ്യം തന്നെ ഒരു തീരുമാനമെടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ SSS ഉണ്ടാവില്ല, വെറും കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ ഞാൻ ജസ്റ്റ് സ്പോർട്സിൻ്റെ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിനാണ് നിലവിൽ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ ജില്ല എന്നിവ കൊടുക്കാനുള്ള ഭാഗം വരും. അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അവിടെ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സെൻഡ് OTP എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ ഒരു OTP നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിനായിട്ടുള്ള ഓപ്ഷൻ നൽകാനുള്ള പേജ് വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള, അതായത് നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ സമയത്ത് നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൻ്റെ ഡീറ്റെയിൽസ്, സ്കൂളിൻ്റെ കോഡ് കൊടുക്കുക. അപ്പോൾ സ്കൂളിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് വരും. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതോടുകൂടി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഓട്ടോമാറ്റിക്കലി വരികയോ അതല്ലെങ്കിൽ നിങ്ങൾ അവിടെ അത് കൃത്യമായിട്ട് മാനുവലി സെലക്ട് ചെയ്ത് കൊടുക്കുകയോ ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണോ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്കൂളിലേക്ക്, അതായത് ഓപ്ഷൻ നമ്പർ എത്രാമതാണ് എന്ന് ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക. അത് ലാസ്റ്റ് എന്നുള്ളതാണ് ഡീഫോൾട്ട് ആയിട്ടുണ്ടാവുക. അത് 1 by 1 ആയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻസ് 1 by 1 ആയിട്ട് അത് സേവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അതിനാണ് ലാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഏത് സ്കൂളാണോ വേണ്ടത് ആ ഒരു സ്കൂളിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് കോഴ്സാണോ എന്നുള്ളത് സ്കൂളിൻ്റെ ആ ഒരു കോഡ് കൊടുത്തു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് വരും. അതിനുശേഷം നിങ്ങൾക്ക് കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗമുണ്ടാവും. അവിടെ നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട സ്കൂളും കോഴ്സുകളും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഈ രീതിയിൽ നൽകിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ നൽകിയിട്ടുള്ള സ്കൂളിൻ്റെ ആ ഒരു 1, 2, 3 ഈ ഒരു സീരിയൽ നമ്പറായിട്ട്, അതുപോലെ തന്നെ സ്കൂളിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കോഴ്സ് ഡീറ്റെയിൽസ്, അതായത് കോഴ്സ് കോമ്പിനേഷൻ നിങ്ങൾ ഏതാണോ നൽകുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് വരും. അതുപോലെ തന്നെ ഓരോ ഓപ്ഷൻ്റെ നേരെയും ഇതുപോലെ ഡിലീറ്റ് ഓപ്ഷനും അതുപോലെ തന്നെ എഡിറ്റ് ഓപ്ഷനും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിങ്ങനെ ലിസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഓപ്ഷനുകൾ ട്രാൻസ്ഫറിന് വേണമെങ്കിലും, അത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സുകൾ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളിലേക്ക് വേണമെങ്കിലും ഓപ്ഷൻ വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഏത് ഓപ്ഷൻ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ നിർബന്ധമായിട്ടും മാറേണ്ടതായിട്ട് വരും. ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എങ്കിൽ മാറേണ്ടി വരില്ല, എന്നാൽ ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും മാറേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സുകളിലേക്ക് മാത്രമേ ഓപ്ഷനുകൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന സ്കൂളുകളിലേക്ക് മാത്രമേ ഓപ്ഷനായിട്ട്, അതായത് ഇഷ്ടപ്പെട്ട കോഴ്സുകളിലേക്ക് മാത്രമേ നിങ്ങൾ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ കൊടുക്കാവൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കൊടുത്ത ശേഷം പിന്നീട് ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് നേരെയുള്ള ആ ഒരു ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിന് നേരെയുള്ള എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ ആ ഒരു സെലക്ട് ചെയ്ത് ആ ഒരു കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഓട്ടോമാറ്റിക്കലി വരുന്നതും, അത് അവിടെ നിന്ന് നിങ്ങൾക്ക് കോഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതും ആണ്. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഓപ്ഷൻസും കൊടുത്തു. ഇനി അതിൽ യാതൊരുവിധ എഡിറ്റും ചെയ്യേണ്ടതില്ലെങ്കിൽ സേവ് ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ടാകും, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കൺഫർമേഷൻ ബട്ടൺ ആക്റ്റീവ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ നൽകിയിട്ടുള്ള ട്രാൻസ്ഫറിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വേണ്ട, അതായത് ഏത് കോഴ്സാണോ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് തന്നെയല്ലേ ട്രാൻസ്ഫറിൻ്റെ ഓപ്ഷൻ വെച്ചത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി അതെല്ലാം മാറിപ്പോവുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ഒന്നുകൂടി ആ ഒരു ഓപ്ഷന് നേരെയുള്ള ഡിലീറ്റ് ബട്ടണോ എഡിറ്റ് ബട്ടണോ ക്ലിക്ക് ചെയ്ത് അത് ചേഞ്ച് ചെയ്ത് അതായത് എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതല്ലെങ്കിൽ പുതിയ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ ആഡ് ചെയ്യുക. അതുപോലെ വേണ്ടാത്ത ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾ നൽകിയ ഓപ്ഷൻസ് ഒക്കെ വെരിഫൈ ചെയ്ത് നിങ്ങൾ നൽകിയിട്ടുള്ള സ്കൂൾ മാറിപ്പോയിട്ടില്ല, കോഴ്സ് മാറിപ്പോയിട്ടില്ല, അതുപോലെ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഓപ്ഷനുകളും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. കാരണം ഒരു തവണ ഫൈനൽ കൺഫർമേഷൻ ചെയ്താൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഇനി മാറ്റവും ചെയ്യേണ്ടതില്ല, പുതിയ കോഴ്സിലേക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കേണ്ടതില്ല എന്നാണ് ഉറപ്പുള്ളതെങ്കിൽ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതോടുകൂടി ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആവും. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ പറ്റുന്നതല്ല. അതിനുശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ്റെ അവസാന തീയതി കഴിഞ്ഞ ശേഷം പിന്നീട് ഏകദേശം 1 ദിവസം 2 ദിവസം, അതായത് 2 ദിവസമൊക്കെ ചില സമയങ്ങളിൽ എടുക്കും. അപ്പോൾ അങ്ങനെ 2 ദിവസമൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക്
പിന്നീട് ട്രാൻസ്ഫറിൻ്റെ റിസൾട്ട് വരുന്നതായിരിക്കും. ട്രാൻസ്ഫർ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് HSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് കോട്ടയിലാണോ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കോട്ടയുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ ജില്ലയും കൊടുത്തിട്ട് വേണം ലോഗിൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തും ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പിന്നീട് ലോഗിൻ ചെയ്തുകൊണ്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലാണ് ട്രാൻസ്ഫർ കിട്ടിയതെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അവിടെയും സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് കാണാൻ പറ്റും. ട്രാൻസ്ഫർ കിട്ടിയവർക്ക് അവിടെ വ്യൂ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ട്രാൻസ്ഫറിൻ്റെ ഓപ്ഷൻ വെച്ചതിൻ്റെ നിങ്ങളുടെ യുവർ റാങ്കും ലാസ്റ്റ് റാങ്കും നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് എത്ര റാങ്കിൻ്റെ കുറവാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ടത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിലവിലെ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ അതായത് എനിക്ക് ഇപ്പോൾ ഹ്യൂമാനിറ്റീസിനാണ് ആദ്യം കിട്ടിയത്, ഞാൻ ആ ഒരു സെയിം സ്കൂളിൽ തന്നെ ബയോളജി സയൻസിന് വെച്ച് എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു പൈസ അതായത് ഏകദേശം ഒരു 250 ആ ഒരു രീതിയിലൊക്കെയാണ് എക്സ്ട്രാ ഫീസ് വരുള്ളൂ. അപ്പോൾ ആ ഒരു ഫീസ് അടക്കുക. അതേസമയം നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂൾ അതായത് ആ ഒരു പുതുതായിട്ട് എവിടെയാണോ കിട്ടിയത് അവിടേക്ക് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടുക. ആദ്യം കിട്ടിയ സീറ്റിൽ നിന്ന് നിങ്ങളുടെ അഡ്മിഷൻ ഡിലീറ്റ് ആയിട്ടുണ്ടാവും, അതായത് അഡ്മിഷൻ റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിലേക്ക് ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും മാറേണ്ടതായിട്ട് വരും. ഇപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സീറ്റ് നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ നിലവിലെ സീറ്റ് അവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് അവിടെ തന്നെ തുടർന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നീട് സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫറിന് വേണമെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. ഫസ്റ്റ് ട്രാൻസ്ഫറിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് സെക്കൻഡ് ട്രാൻസ്ഫറാണ് അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുക. സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ താല്പര്യമുള്ള കോഴ്സുകളിലേക്ക് മാത്രം ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ കൊടുക്കുക. താല്പര്യമില്ല എങ്കിൽ ട്രാൻസ്ഫറിന് ഓപ്ഷൻ കൊടുക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.